ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിഫ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. So first question, a lift has an upward acceleration of 1.2 meter per second square. What force will a man weighing 750 Newton exerts on the floor of the lift? B question, what force would he exert if the lift had an acceleration of 1.2 meter per second square downwards? C question will be, what upward acceleration would cause his weight to exert a force of 9,000 Newton in the floor? അപ്പൊ നമുക്ക് ഒരു ലിഫ്റ്റ്, ആ ലിഫ്റ്റിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആളുടെ വെയിറ്റ് നമുക്ക് W = 750 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. ഇനി ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, അതായത് ഒന്ന് തൂക്കിട്ട പോലെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മുകളിൽ ഒരു ടെൻഷനാണ് വരുന്നത്. ഇനി ഇത് മുകളിലേക്കാണ് ആക്ട് ചെയ്യണത് എന്നുള്ളത് കൊണ്ട് ആ സൈഡിലേക്ക് നമ്മൾ ഒരു ആരോ വരച്ചിരിക്കണം. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരാൾ ഇതിൽ നിൽക്കുന്നത് മൂലം ആ ഫ്ലോറിൽ ഉണ്ടാകുന്ന ആ ആള് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ടെൻഷൻ തന്നെയല്ലേ ആയിരിക്കുക. അപ്പൊ നമുക്ക് ടെൻഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോ അപ്വാർഡ് ആക്സിലറേഷൻ I= എന്ത് തന്നിട്ടുണ്ട്? 1.2 meter per second square എന്ന് തന്നിട്ടുണ്ട്. W = 750 ന്യൂട്ടനുമാണ്. അപ്പോ നമ്മൾ ഇതിലെ ടോട്ടൽ ഫോഴ്സ്, അതായത് നെറ്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് ഫോഴ്സ് F = ma. അപ്പോ ഇതിൽ നമുക്ക് മാസ് അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? W/g × A എന്നാക്കും. അതായത് 750/9.8 × 1.2. That is equal to 91.836 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി ഫോഴ്സിന്റെ. ഇതിനെ നമുക്ക് എന്തെന്ന് ചെയ്യാം? ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തത് നെറ്റ് ഫോഴ്സ് തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ? നമ്മൾ സാധാരണ സോൾവ് ചെയ്തെടുക്കാറില്ലേ വെർട്ടിക്കൽ ഫോഴ്സസും ഹൊറിസോണ്ടൽ ഫോഴ്സസും ഒക്കെ, അതുപോലെ തന്നെ ഇതില് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? T-യും W ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഏതാ പോസിറ്റീവ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്വാർഡ് ഡയറക്ഷനിലല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അപ്വാർഡ് ഡയറക്ഷനിലുള്ളതിനെ പോസിറ്റീവും ഡൗൺവാർഡ് ഡയറക്ഷനിലുള്ളതിനെ നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ട് എടുക്കും. അപ്പൊ എന്തെന്നാണ്? T - W എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ നെറ്റ് ഫോഴ്സ് = T - W = T - 750 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുത്തു. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ന്റെ 2ന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താവും? റൈറ്റ് സൈഡും ഈക്വൽ ആണ്. എന്തെന്ന് കിട്ടി? 91.836 = T - 750. അപ്പൊ T കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 750ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ മതി. അതായത് 750 + 91.836 that is equal to 841.836 ന്യൂട്ടൺ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ മാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Pressure exerted by the man on the floor of the lift = 841.836 Newton. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതേ സെയിം കണ്ടീഷൻ തന്നെ ഡൗൺവാർഡ് ആക്സിലറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലിഫ്റ്റ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ താഴത്തേക്കായിട്ട് അതിന്റെ ആരോ കൊടുത്തു. ഇനി നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ma, അതായത് W/g × A എന്ന് വരും. അതായത് 750/9.8 × 1.21 that will be equal to 91.836 ന്യൂട്ടൺ. Then net force equal to, ഈ കേസിൽ എങ്ങടാ വരുന്നത്? താഴത്തേക്കാണ് ആക്ട് ചെയ്യണം. അതുകൊണ്ട് W നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. T അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്തെന്നായി? W - T എന്നാക്കി എടുത്തു. That is equal to 750 - T. അപ്പൊ എന്താണ്? ഇപ്പോഴും ഈ രണ്ട് ഇക്വേഷൻ എന്താണ്? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, അപ്പൊ റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്തെന്ന് കിട്ടി? 750 - T is equal to 91.836. That is 750 - 91.836 equal to T. അപ്പൊ T is equal to എന്തെന്ന് കിട്ടി? 658.164 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് അതിലും ടെൻഷൻ കിട്ടി.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്? അതില് ആ മാൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 9000 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്ഷൻ എന്തായിരുന്നു? അപ്വാർഡ്സ് ആണ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ സോൾവ് ചെയ്ത സെയിം മെത്തേഡില് എഫ് ഈക്വൽ ടു എം എ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതിൽ അപ്വാർഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ എന്താണ്? ടി ആണ് പോസിറ്റീവ്. അപ്പൊ ടി മൈനസ് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എം എനെ എനിക്ക് എന്തെന്ന് എഴുതാം? ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ എന്നല്ലേ? അപ്പൊ എന്തെന്നായി? 750 by 9.81 into a, that is equal to 9000 minus 750. Then a will be equal to 150 into 9.8 divided by 750. That is equal to 1.96 meter per second square. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. അത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ September 2020 question another. An elevator weighs 2500 Newton and it is moving vertically downwards with a constant acceleration. Write the equation for the elevator cable tension. Starting from the rest, it travels a distance of 35 meters during an interval of 10 seconds. Find the cable tension during this time. Neglect all other resistance to motion. What are the limits of a cable? അപ്പൊ നമുക്ക് വീണ്ടും ലിഫ്റ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുകളിലേക്ക് ടെൻഷനും താഴത്തേക്ക് നമ്മൾ വെയിറ്റും വരച്ചു. ഇനി ഇത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ താഴത്തേക്കാണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2500 ന്യൂട്ടൺ. ഇനി എന്താണ്? അറ്റ് റെസ്റ്റ്. റെസ്റ്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എത്രയാണ്? 35 മീറ്റർ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് 10 സെക്കൻഡില്. ആ സമയത്തുള്ള കേബിൾ ടെൻഷനും പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ലിമിറ്റ്സ് ഓഫ് കേബിളും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി റെസ്റ്റിലായിരിക്കുമ്പോൾ എപ്പോഴും 0 ആണ്. അപ്പൊ യു ഈക്വൽ ടു 0. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 35 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ടി ഈക്വൽ ടു എന്താണ്? 10 സെക്കൻഡ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സെയിം പ്രോസസ്സാണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എം എ ആണ്. അതിനെ നമുക്ക് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതിലെങ്ങനെ എഴുതുക? വെയിറ്റ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഇത് ഡൗൺവേർഡ്സിലാണ്. അപ്പൊ വെയിറ്റ് ആണ് എന്ത്? പോസിറ്റീവ്. അപ്പൊ ഡബ്ല്യു മൈനസ് ടി എന്നാക്കിയിട്ട് എഴുതി. ഇനി അപ്പൊ നമ്മുടെ വെയിറ്റിന് നമ്മൾ വാല്യൂ കൊടുത്തു. 2500 divided by 9.8 into a is equal to 2500 minus t എന്നാണ്. അപ്പൊ ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2500 by 9.8 into a അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 2500 minus 2500 divided by 9.8 into a. അപ്പൊ ഇതിന് 2500 നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്തെന്നായി? 1 minus a by 9.8 ന്യൂട്ടൺ. ഇതാണ് എന്ത്? എന്റെ കേബിളിന്റെ ടെൻഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? റെസ്റ്റിൽ നിന്ന് അതൊരു 35 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് 10 സെക്കൻഡില്. എസ് ഈക്വൽ ടു 35 മീറ്റർ, യു ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 10 സെക്കൻഡ്. ആ സമയത്തെ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എസ് അറിയാം, നമുക്ക് യു അറിയാം, ടി അറിയാം. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് യു 0 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസിന്റെ സ്ഥാനത്ത് 35, ഇനി ടിയുടെ സ്ഥാനത്ത് 10 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തായി? 35 ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 10 സ്ക്വയർ എന്ന് കിട്ടി നിങ്ങൾക്ക്. ഇനി അപ്പൊ അത് 35 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 10 സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. 35 ഈക്വൽ ടു 100 by 2 ഇൻറ്റു എ. അപ്പൊ 35 ഈക്വൽ ടു 50 എ എന്ന് കിട്ടി. അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 35 by 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇനി ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2500 ഇൻറ്റു 1 മൈനസ് എ ബൈ 9.8 ആണ്. അപ്പൊ ഇതിലെ നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്യാം 0.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
എന്തെന്ന് കിട്ടി 2500 into 1 minus 0.7 by 9.8 that is equal to 2321.4285 Newton. അപ്പൊ നമുക്ക് ആ ടൈമിലുള്ള ടെൻഷൻ കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി അതിലുണ്ട്. ലിമിറ്റ്സ് ഓഫ് കേബിൾ ടെൻഷൻ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്ക് നമുക്ക് മിനിമം വാല്യൂ അതായത് 0 എന്നും മാക്സിമം വാല്യൂ 9.8 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ ഇതില് T is equal to 2500 into 1 minus A by 9.8 ആണ്. അപ്പൊ A equal to 0 എന്ന് കൊടുക്കുക നമ്മുടെ മിനിമം വാല്യൂ. അപ്പൊ T is equal to 2500 into 1 minus 0 by 9.8 that is equal to 2500 Newton എന്ന് കിട്ടും. ഇനി at A is equal to G അതായത് 9.8 then T will be is equal to 2500 into 1 minus 9.8 by 9.8. ഇതെന്താവും 0 ന്യൂട്ടൺ ആയി. അപ്പൊ ഇത് രണ്ടുമാണ് എന്ത് നമ്മുടെ ടെൻഷന്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂലൈ 2016 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. An elevator weighing 5000 Newton is ascending with an acceleration of 3 meter per second square. During this ascent, its operator, whose weight is 700 Newton, is standing on the scales placed on the floor. What is the scale reading? What will be the total tension in the cables of elevator during this motion? അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു എലവേറ്റർ, ആ എലവേറ്ററിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആളുടെ വെയിറ്റ് 700 ന്യൂട്ടൺ ആണ്. ആ ആള് നിൽക്കുന്നത് എന്തിലാണ്? ഒരു സ്കെയിലുമലാണ് നിൽക്കുന്നത്. ആ സ്കെയിലിന്റെ റീഡിങ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്കെയിൽ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഈ ഓപ്പറേറ്ററിന്റെ റിയാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതെന്താണ്? സ്കെയിൽ റീഡിങ്ങിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലെ ഐ is equal to എന്തെന്ന് തന്നിട്ടുണ്ട്? 3 meter per second square ആണ്. W is equal to എന്താണ്? 5000 ന്യൂട്ടൺ ആണ്. W2 എന്ന് പറയുന്നത് എത്രയായി? 700 ന്യൂട്ടൺ. W എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനെ എടുക്കുന്നത്? ആ ലിഫ്റ്റിന്റെ വെയിറ്റിനെയാണ്. മറ്റേത് W2 എന്ന് പറയുന്നത് ആ മാനിന്റെ വെയിറ്റ് ആണ്. ഇനി അപ്പം റിയാക്ഷൻ കണ്ടുപിടിച്ച എന്ത് കിട്ടും? റീഡിങ് ഓഫ് സ്കെയിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ലിഫ്റ്റിന്റെ വെയിറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കെയിലല്ലേ കണ്ടുപിടിക്കണ്ടോ? അപ്പൊ ആ മൂവ് ചെയ്യണത് ആവശ്യമില്ല നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അപ്വാർഡ് ഡയറക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. കാരണം അപ്വാർഡ് ആക്സിലറേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അസെൻഡിങ് എന്ന് പറഞ്ഞാലും അപ്വാർഡ് അല്ലേ? അപ്പൊ നമുക്ക് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു R മൈനസ് W2 എന്നാണ് വരുന്നത്. മുകളിലേക്കുള്ള ഡയറക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി ഈക്വൽ ടു R മൈനസ് 700 എന്നായിട്ട് കിട്ടി നെറ്റ് ഫോഴ്സ്. ഇനി നമ്മുടെ ഫോഴ്സ് F ഈക്വൽ ടു എന്താണ്? MA ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു W by G into A. That will be equal to 700 by 9.8 into 3 എന്ന് കിട്ടി. ഇനി രണ്ട് ഫോഴ്സ് എന്താണ്? ഈക്വൽ അല്ലേ? അതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാം. 700 by 9.8 into 3 equal to R minus 700. R is equal to 700 by 9.8 into 3 plus 700 Newton. That will be equal to 914.28 Newton. നമുക്ക് റിയാക്ഷൻ കിട്ടി. അത് തന്നെയല്ലേ നമ്മുടെ സ്കെയിൽ റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ടോട്ടൽ ടെൻഷൻ കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ രണ്ട് വെയിറ്റ് എടുക്കണം. ഒന്ന് ലിഫ്റ്റിന്റെ വെയിറ്റും ഒന്ന് നമ്മുടെ ആളുടെ വെയിറ്റും. പിന്നെ ടെൻഷൻ T ആക്കിയിട്ട് എടുത്തു. ഇത് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ടെൻഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇതിൽ നമുക്ക് റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ടോട്ടൽ വെയിറ്റ് W is equal to എന്തിനായി? 5000 plus 700 that is equal to 5700 Newton. അപ്പൊ F is equal to എന്താണ്? W by G into A എന്നാണ് വരുന്നത്. That will be equal to, ഇവിടെ മുകളിലേക്കാണ് ഡയറക്ഷൻ, അതുകൊണ്ട് T പോസിറ്റീവ് ആണ്. പിന്നെ W1 W2 എന്താണ്? താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് ആണ്. അപ്പൊ T മൈനസ് W1 മൈനസ് W2 എന്നാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 5000 into 700 divided by 9.8 into 3 equal to
T minus 5,000 minus 700. Then 5,700 into 3 by 9.8 equal to T minus 5,700. But T കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5,700 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്തെന്ന് കിട്ടും? 5,700 divided by 9.8 into 3 plus 5,700. That will be equal to 7,445 Newton. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ടെൻഷനും കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A lift is ascending with an acceleration of 0.6 meter per second square. A man holds a spring balance from which a parcel weighing 13.6 Newton is hung. What will be the reading in the spring balance? ഇപ്പൊ എന്താണ്? ലിഫ്റ്റ് അസെൻഡിങ് ആക്സിലറേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരാള് ഒരു സ്പ്രിംഗ് ബാലൻസ് പിടിച്ചു നിൽക്കുന്നുണ്ട്, അതിന്റെ വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പൊ ആളുടെ വെയിറ്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ സ്പ്രിംഗ് ബാലൻസിന്റെ റീഡിങ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? സ്പ്രിംഗ് ബാലൻസിന്റെ വെയിറ്റ് മാത്രമേ നോക്കണ്ടോ. കാരണം ആളുടെ കയ്യിലല്ലേ പിടിച്ചിട്ടുള്ളത്. അപ്പോ ഈ ആളുടെ വെയിറ്റുമായിട്ട് അതിന് യാതൊരു കണക്ഷനും ഇല്ല. നമ്മൾ ഇതിൽ എന്ത് ചെയ്തു? ഫിഗർ വരച്ചു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 13.6 ന്യൂട്ടൺ ആക്കിയെടുത്തു. ടെൻഷൻ മുകളിലേക്ക് വരച്ചു. പിന്നെ അസെൻഡിങ് ആണ്, അതുകൊണ്ട് മുകളിലേക്കാണ് പോകുന്നത്. W 13.6 Newton, acceleration equal to 0.6 meter per second square. But force കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? M into A. That will be equal to W by G into A, which is equal to ഫിഗറിലെ നെറ്റ് ഫോഴ്സ് എന്താ? മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് T പോസിറ്റീവും W നെഗറ്റീവും ആണ്. അപ്പൊ T മൈനസ് W എന്ന് കിട്ടി. അപ്പോ 13.6 by 9.8 into 0.6 equal to T minus 13.6. ഇപ്പൊ T is equal to എന്തെന്ന് കിട്ടും? 13.6 plus 13.6 by 9.8 into 0.6. That will be equal to 14.43 Newton. അതാണ് നമ്മുടെ എന്ത്? സ്പ്രിംഗ് ബാലൻസിലെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ലിഫ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് തന്നെ ജസ്റ്റ് വാല്യൂല് ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പൊ ഇത് ഓക്കെ ആയില്ലേ?